ഹായ്, അപ്പോഴേ പൊന്നൂസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കൂടൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഇതൊരു ചെക്ക് ഡാമാണ്, അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞു മെല്ലെ ഒന്ന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വൺ ഡേ ട്രിപ്പിന് വയനാട്ടിലേക്ക് കയറിയതാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തണുപ്പും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ ആ ചെക്ക് ഡാമിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിലുമായിട്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആൾക്കാരാണ് കേട്ടോ. അതിനെ കുളിക്കാനും വെള്ളത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ വന്നതാണ്. നിങ്ങൾക്ക് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയാൻ പറ്റൂല, എങ്കിലും പരമാവധി സൗണ്ട് എടുത്തിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പം നമ്മളും ചെക്ക് ഡാമിലൊക്കെ കുളിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാണ്. ആളെ കാണുമ്പോൾ ചെറുതായിട്ടൊരു മടിയൊക്കെ വരുന്നുണ്ട്. നിറച്ചും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. വണ്ടി സൈഡാക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിറച്ചും മാങ്ങകൾ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ. ഇതുണ്ടോ ഒരാൾ നീന്തുന്ന നോക്കി, ഒരു ഉപ്പാപ്പയാട്ടോ. പുള്ളി ഡ്രസ്സൊക്കെ മാറ്റി തോർത്തൊക്കെ കൊടുത്ത് നന്നായിട്ട് നീന്തുന്നുണ്ട്. എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. കുറേ സ്ത്രീകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സ്ത്രീകളൊക്കെ ഉണ്ട്. ഇന്ന ആൾക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. ഇപ്പം ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട്. ചുറ്റിലും മരങ്ങളും നടുക്ക് ഈ ഡാമും ഒക്കെ ആയപ്പം പ്രത്യേക ഒരു ഭംഗിയാട്ടോ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇവിടുന്ന് റോഡിൽ നിന്ന് താഴെ ഇറങ്ങി നടക്കാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു നടവരിപ്പാത പോലെ നമുക്ക് നടന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുമേ. പിന്നെ റീൽസ് ചെയ്യണേ റീൽസൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചെറുതായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന് മെനക്കെടുന്നില്ല എന്ന് മാത്രമെങ്കിലും വൈകിയ സമയത്താണേലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും കേട്ടോ. എന്നാൽ എനിക്ക് തണുപ്പ് ആസ്വദിക്കാനും വെള്ളത്തിലിറങ്ങി കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ചുറ്റിലും ആൾക്കാരൊക്കെ ഉണ്ട്. നോക്കട്ടെ എന്താ വേണ്ടതെന്നുള്ളത്. വെള്ളം കണ്ടപ്പോൾ കബാത്ത് മറന്നു. അത്ര നല്ല ശുദ്ധമായ വെള്ളമൊന്നും അല്ല കേട്ടോ. കുറച്ച് കലങ്ങിയ ടൈപ്പ് വെള്ളമാണ്. വെള്ളം കൊണ്ട് കളി. അച്ചു കുറേ ദിവസമായി പറഞ്ഞു വെള്ളത്തിൽ കളിക്കണം, വിസ്മയെ പോവാം. എനിക്ക് വിസ്മയെ പോകാനൊരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഏതായാലും 4 മണി ആയിട്ടുണ്ട്, ഏകദേശം 4:15. അർമാദിക്കട്ടെ. എല്ലാവരെയും കൂടെ ഒത്തു കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇന്ന് അതിനുള്ള വഴി ഒരുങ്ങി കിട്ടിയതുകൊണ്ട് ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഓടി വന്നു. ഒരാളിതാ അവിടെ നിന്ന് വണ്ടിയുടെ ചാവി വെക്കുന്ന ഭാഗമാണ്. എല്ലാവരും ചുറ്റിലും ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയേ, എന്താ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല. ഞാനീ നിൽക്കുമ്പോൾ ഒക്കെ വെയിലും ഉണ്ട്, പക്ഷെ ആ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. നല്ല തണുത്ത ഒരു കാറ്റും അങ്ങനെയുള്ള തണുത്തൊരു കാലാവസ്ഥ പോലെ തോന്നുന്ന വെയിൽ പുറമേ ഉണ്ടേ പോലും. അപ്പം നമ്മളൊന്ന് ആസ്വദിച്ച് കുളിക്കുകയൊക്കെ ചെയ്യട്ടോ കേട്ടോ.